അപൂർവ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും അടയാളപ്പെടുത്തി സംസ്ഥാനത്തെ കാവ് സംരക്ഷണത്തിന് സാങ്കേതിക പിന്തുണയുമായി ഡിജിറ്റൽ സർവകലാശാല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ കാവുകളുടെ സമഗ്ര വിവരമടങ്ങിയ സ്രേക്കഡ് ഗ്രൂപ്പ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റുമാണ് സർവകലാശാല വികസിപ്പിച്ചത്. ഇതിലൂടെ കാവുകളുടെ എണ്ണം, മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, അവയുടെ ശാസ്ത്രീയവും പ്രാദേശികവുമായിരിക്കുന്ന പേര്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്നിവയെ തിരിച്ചറിയാനാകും. കാവുകളിലെ കാർബണിൻ്റെ അളവ്, സസ്യവൈവിധ്യങ്ങൾ, ഘടന, ആവരണം എന്നിവയെക്കുറിച്ച് എൻവയോൺമെൻ്റൽ റിസർച്ച് സെൻ്ററിൻ്റെ ഗവേഷണ പഠനത്തിലാണ് സർവകലാശാലയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് വിഭാഗം പങ്കാളിയായത്. 2019 ആരംഭിച്ച പഠനത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 738 കാവുകളിലെ 561 അപൂർവ ഇനങ്ങൾ കണ്ടെത്തി. ഇതിൽ 206 മരം, 132 വള്ളിച്ചെടികൾ, 115 സസ്യങ്ങൾ എന്നിവയുണ്ട്. പ്രാദേശികമായി കാണപ്പെടുന്ന 62 ഇനങ്ങളും ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമാർന്നതും വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതവുമായ വനസ്ഥലിയാണ് കാവുകൾ. ഓരോ കാവിനും പ്രത്യേക സവിശേഷതയാണുള്ളത്. ഇതിനെ ആശ്രയിച്ച് നിരവധി ജീവജാലങ്ങൾ കുടികൊള്ളുന്നു. കാവുകളുടെ സംരക്ഷണവും പരിപാലനവും എന്ന വിഷയത്തിൽ നിയമസഭയുടെ പരിസ്ഥിതി സമിതിയുടെ സ്വതന്ത്ര പഠനം നടത്തിയ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ കാവുകളുടെ സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുവാൻ ശുപാർശ നൽകിയിട്ടുണ്ട്. സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങൾക്ക് അപ്പുറമാണ് കാവുകളുടെ സവിശേഷ പ്രാധാന്യം. പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കാവുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാവുകളിലെ ജീവജാലങ്ങൾ വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളുടെ കൂട്ടായ്മയാണ്. കാലാവസ്ഥ നിയന്ത്രണം, ജലസംക്രമണം, ശുദ്ധവായു, ശുദ്ധജലം എന്നിവയെ സ്ഥായിയായി നിലനിർത്തുന്നതിന് അപ്പുറം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കി സമൂഹത്തിന് ക്ഷേമം ഉറപ്പാക്കുന്നു എന്നത് പ്രകൃതിയെ ചൈതന്യവത്താക്കുന്ന പ്രവൃത്തി കൂടിയാണ്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളുടെ ഹരിത കലവറയാണ് ഈ പഠനത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള സമൃദ്ധ സസ്യജാലങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ, അപൂർവ സസ്യകുലങ്ങൾ, ജീവജാലങ്ങൾ, സൂക്ഷ്മജീവികൾ, ചിത്രശലഭങ്ങൾ, പക്ഷികൾ തുടങ്ങിയവ കാവുകളിലെ കുടികൊള്ളുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ചുവപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 172 ഇനം സസ്യങ്ങൾ കേരളത്തിലെ കാവുകളിലുണ്ടെന്നാണ് പഠനം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ണാർശാല അമ്പലത്തിൽ മാത്രം 50-ലധികം അപൂർവ സസ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കാവുകളിലെ ജൈവവൈവിധ്യങ്ങളുടെ പഠനത്തിന് പുറമെ ജിയോസ്പേഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കാവുകളുടെ മാപ്പിംഗ് വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും സാധ്യമാക്കിയതെന്ന് ഡിജിറ്റൽ സർവകലാശാല ജിയോസ്പേഷ്യൽ അനലിറ്റിക്സ് പ്രൊഫസർ ഡോക്ടർ ടി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കാവുകളിലെ ജൈവ വൈവിധ്യ ഇൻഡെക്സ്, കാർബൺ ഇൻഡെക്സ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക പ്രാധാന്യത്തിനപ്പുറം പ്രാദേശിക സമൂഹങ്ങളുടെ ഒത്തുചേരലിൽ കാവുകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. പൂജകളും ഉത്സവങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. കാവുകളുടെ സംരക്ഷണത്തിലും പുനരുജ്ജീവനത്തിലും സ്ത്രീകൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. എന്നിരുന്നാലും മാലിന്യ നിക്ഷേപം, കാവ് കൈയടക്കൽ, വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, ജലചൂഷണം തുടങ്ങി കാവുകൾ നേരിടുന്ന ഭീഷണികളും നിരവധിയാണ്.